പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും വാസുകി പത്നിയായിട്ടുള്ള സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ. നാഗരാജാവിന്റെ മറ്റൊരു പത്നിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ഏകദേശം 30 ഏക്കറോളം വരുന്ന മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിന്റെ നടുവിലാണ് ഈ പ്രശസ്തമായ നാഗരാജക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മണ്ണാറശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചുവട്ടിലുമായി ശിലകളിൽ നിർമ്മിച്ച 30,000-ലധികം നാഗപ്രതിമകളുണ്ട്. ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രം. വിശ്വാസികൾക്ക് നാഗാരാധനയ്ക്കായുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. മന്ദാരം മണക്കുന്ന മണ്ണാണ് മണ്ണാറശാല, നാഗത്താന്മാരുടെ പുണ്യസങ്കേതം. ഇവിടെ പ്രകൃതിയുടെ സാന്ത്വനം തൊട്ടറിയാം. വിശ്വാസത്തിന്റെ തണലിലാണ് മണ്ണാറശാല കാവ് വളരുന്നത്. കാവിലെ മരങ്ങളും അവയെ ചുറ്റിപ്പടരുന്ന വള്ളിപ്പടർപ്പുകളും ഇവിടെ സുരക്ഷിതമാണ്. ചുരുക്കത്തിൽ പ്രകൃതിയും ഭക്തിയും ഇവിടെ ഇഴചേരുകയാണ്. മുക്കറ്റുകുരി നെറ്റിയിൽ ചാർത്തി പ്രപഞ്ചമൊട്ടാകെ നാമജപത്തിൽ ലയിക്കുന്ന ഔഷധക്കഞ്ഞിയുടെ രുചിയും ഗന്ധവും തുളുമ്പുന്ന കർക്കിടക മാസം. ആത്മീയ നവോത്ഥാനത്തിന്റെയും ശാരീരിക വിഷമുക്തിയുടെയും മാസമായ കർക്കിടകത്തിൽ രാമായണത്തിന്റെ കാലാതീതമായ കഥയിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതു വിധത്തിലാകണമെന്നും രാമായണം പറയുന്നു. ഭക്തിയോടെ രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ മനസ്സും ശരീരവും ഭവനും ശുദ്ധമാകുന്നു. ശ്രീ പുഷ്പബ്രാഹ്മണ സേവാ സംഘം തൃശൂർ പ്രാദേശിക സഭ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പിബരേ രാമരസം എന്ന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം രാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിവും അലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണത്തിലെ പ്രതിനായക സങ്കല്പം എന്നുള്ള വിഷയത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആർക്കും ചിന്തിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് രാമായണത്തിലെ പ്രതിനായകൻ ആരാണ്. രാവണൻ തന്നെയാണ് രാമായണത്തിലെ പ്രതിനായകനായിട്ട് പറയപ്പെടുന്നത്. ആരാണ് രാവണൻ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. രാവണൻ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലസ്ത്യൻ്റെ പുത്രനായ വിശ്രവസിന് കൈകസി എന്നുള്ള രാക്ഷസിയിൽ ജനിച്ചവനാണ്. അങ്ങനെ പൈതൃക അല്ലെങ്കിൽ പിതൃപരമ്പരയെ വെച്ച് നോക്കുമ്പോൾ വളരെ അടുത്ത് ഭഗവാനിൽ നിന്നും ബന്ധപ്പെട്ടുകൊണ്ട് ബ്രഹ്മഗോത്രത്തിൽ ജനിച്ച ഉത്തമ ബ്രാഹ്മണ വംശത്തിൽ ജനിച്ച ഒരാളാണ് രാവണൻ. രാവണൻ്റെ ശരീരഘടനയെപ്പറ്റി വാൽമീകി പറയുന്നത് ദശാസ്യം 20 ഭുജം എന്നാണ്. 10 തലകൾ 20 കൈകൾ എന്നൊക്കെയാണ്. അങ്ങനെയാണ് രാവണൻ പ്രശസ്തനായിരിക്കുന്നത്. ഈ 10 തലകളും 20 കൈകളും ഒക്കെ രാവണൻ്റെ ബുദ്ധിശക്തിയെയും പ്രവർത്തിക്കാനുള്ള കായികക്ഷമതയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചിന്തിക്കാനും പല കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് തന്നെയാണ് 10 തല എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഏതു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാൻ വളരെ ശക്തമായ കൈകളുള്ളവനാണ്
രാവണനെ അങ്ങനെ പ്രവർത്തിക്കാൻ വളരെ കഴിവുള്ളവനാണ് എന്നുള്ളതുകൊണ്ടാണ് രാവണന് 20 കൈകളുള്ളതായിട്ട് വാത്മീകി പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. അതുപോലെ ഈ രാവണനെ ആദ്യമായിട്ട് വാത്മീകി കൊണ്ടുവരുന്നത് തന്നെ അരണ്യകണ്ഠത്തിലെ ശൂർപ്പണഖയുടെ കുജനാസികാച്ഛേദമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശൂർപ്പണഖ ലങ്കയിലെത്തി കാണുന്ന രാവണനെയാണ് വാത്മീകി രാമായണത്തിൽ ആദ്യമായിട്ട് വാത്മീകി അവതരിപ്പിക്കുന്നത്. തൻ്റെ കാവ്യത്തിലെ പ്രതിനായകനായ രാവണനെ അവതരിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. രാവണന് 10 തലയുണ്ട്, 20 കൈകളുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം അവയിലൊക്കെ വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും മുകുടങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട് അദ്ദേഹം. വളരെ ശക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മാറിലൊക്കെ വജ്രായുധം പോലെയുള്ള ആയുധങ്ങളെ കൊണ്ട് ഉണ്ടായ വടുകളുണ്ട് എന്ന് പറയാണ്. ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ പല പ്രാവശ്യം വജ്രം കൊണ്ട് അദ്ദേഹത്തിന് മുറിവേറ്റിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണങ്ങി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വടു മാത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവൻ എന്തുകൊണ്ടും വളരെ ശക്തനായ, വളരെ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ളതിലേക്കാണ് രാവണനെ കാണുന്നത്. അതുപോലെ തന്നെ രാമൻ പിന്നീട് തൻ്റെ പ്രതിനായകനായ രാവണനെ കാണുമ്പോഴും രാമനും ആശ്ചര്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ രാവണൻ, എങ്ങനെയാണ് ഈ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഒരു രാവണന് ഇത്തരത്തിലുള്ള ഒരു ദുഷ്ടബുദ്ധി ഉണ്ടായിപ്പോയത് എന്ന്. യഥാർത്ഥത്തിൽ രാവണന്റെ പൂർവ്വജന്മത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു. അതിനു മുമ്പ് ജയൻ എന്ന് പറയുന്ന ഭഗവത് ദാസനായിരുന്നു അദ്ദേഹം. ആ സനകാദികളുടെ ശാപം കൊണ്ട് 3 ജന്മം ഭൂമിയിൽ ജനിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് രാക്ഷസഗോത്രത്തിൽ, ആദ്യം അസുരഗോത്രത്തിൽ അദ്ദേഹം ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു. നരസിംഹാവതാരം കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിനെ ഹരിച്ചു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം രാവണനായിട്ടാണ് ജനിച്ചത്. ആ രാവണ ജന്മത്തിൽ രാവണൻ ഒരുപാട് പരാക്രമങ്ങൾ കാണിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാണ്. ദേവന്മാർക്കൊക്കെ രാവണനെ പേടിയായിരുന്നു. അങ്ങനെയാണല്ലോ മരുത്തൻ്റെ യാഗത്തിൽ വെച്ച് ദേവന്മാരൊക്കെ രാവണനെ കണ്ടപ്പോൾ ഭയന്ന് പല വേഷങ്ങൾ ധരിച്ച് അപ്രത്യക്ഷരായെന്നും അന്ന് കാക്കയുടെ വേഷമാണ് ഈ യമധർമ്മരാജാവ് ധരിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ശ്രാദ്ധാദി ക്രിയകളിലൊക്കെ ആ പിണ്ടം പൂജിക്കാനുള്ള അവകാശം കാക്കയ്ക്ക് ലഭിച്ചത് എന്നൊക്കെയുള്ള കഥകളുണ്ട്. ഉത്തരരാമായണത്തിലാണ് രാവണന്റെ കഥകളെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അത് വാത്മീകി എഴുതിയ രാമായണത്തിൽ അത് അത്രയൊന്നുമില്ല. വാത്മീകി തൻ്റെ രാമായണത്തിൽ രാമൻ എന്നുള്ള പറയുന്ന മനുഷ്യനോട് എതിരിടാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന മനുഷ്യനാൽ പരാജിതനാക്കപ്പെടുന്ന ഒരു രാവണനെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം സ്ത്രീജിതനാണോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എങ്കിലും അദ്ദേഹം എല്ലാ പ്രൗഢികളോടും കൂടി സീതയെ അശോകവനികയിൽ താമസിപ്പിക്കുകയാണ് ചെയ്തത്. സീതയെ പല പ്രാവശ്യം അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു, എനിക്ക് വശംവദയാകണമെന്ന് പറഞ്ഞുകൊണ്ട്. സീതയെ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഭിക്ഷുവിൻ്റെ വേഷത്തിൽ വരാൻ വരെ, അതായത് തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് രീതിയിലുള്ള വേഷം കെട്ടാനും തയ്യാറുള്ളവനായിരുന്നു രാവണൻ എന്നുള്ളതാണ്. എന്നാൽ രാവണൻ ഉറച്ച മനസ്സുള്ളവനായിരുന്നു. അത് ആ ശിവനെ തപസ് ചെയ്തതിൽ നിന്ന് രാവണൻ ഒരു ഉത്തമ ശിവഭക്തനാണ് എന്നുള്ളത് വളരെ പ്രശസ്തമാണല്ലോ. ശിവനെ തപസ് ചെയ്ത് ആ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാള് നേടിയെടുക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന അതിനുവേണ്ടി അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ശക്തി, തപശക്തി. അതുപോലെ ബ്രഹ്മാവിൻ്റെ മുന്നിൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന തപസ്, തൻ്റെ അനുജനായ കുംഭകർണന്റെ ശാപം മാറ്റി നിർദൈവത്വം ആഗ്രഹിച്ച കുംഭകർണൻ നിദ്രാവത്വം ആവശ്യപ്പെടുകയും അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വീണ്ടും രാവണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയും ബ്രഹ്മാവിൽ നിന്ന് 6 മാസത്തിലൊരിക്കൽ ഉണരാനുള്ള ഒരു അവസരം കുംഭകർണനെ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദൃഢനിശ്ചയത്തോടുകൂടി തൻ്റെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു രാവണനെയാണ് ഇവിടെ പ്രതിനായകനായിട്ട് വാത്മീകി കണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഉത്തരരാമായണത്തിൻ്റെ കഥ എടുക്കുമ്പോൾ അത് കല്പിത കഥയാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അവിടെയാണ് രാവണനെ കുറെ കൂടി ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നത് എന്ന് തോന്നുന്നു. രാവണന് പലതരത്തിലുള്ള ശാപങ്ങൾ കിട്ടിയതായിട്ടുള്ള കഥകളൊക്കെ ഇവിടെയാണ് പറയുന്നത്. രംഭയിൽ നിന്നുള്ള ശാപം, ആ തൻ്റെ സഹോദരപുത്രൻ്റെ പത്നിയായിരുന്ന അല്ലെങ്കിൽ കാമുകിയായിരുന്ന രംഭയെ അദ്ദേഹം ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവള് അദ്ദേഹത്തിനെ ശപിച്ചുവെന്നും, അതുപോലെ നളകൂപരന്മാർ അദ്ദേഹത്തിനെ ശപിച്ചു എന്നുള്ള കഥകൾ, അതുപോലെ വേദവതിയെ അദ്ദേഹം ബലാത്കാരം ചെയ്തപ്പോൾ ആ വേദവതി അദ്ദേഹത്തിനെ ശപിച്ചുവെന്നും, അങ്ങനെ വേദവതിയുടെ പുത്രിയായിട്ടാണ് സീത ജനിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു കഥ. ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ രാവണൻ്റെ പുത്രി, അതാണ് നമ്മുടെ പല മലയാള കവിതകളിൽ അത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. രാവണപുത്രിയായിരുന്നു സീത എന്ന്. വേദവതിയിലെ നിന്നാണ് സീത ജനിച്ചത് എന്നും അങ്ങനെയാണ് സീത മണ്ണിനടിയിൽ നിന്നുണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദവതിയെ ബലാത്കാരം ചെയ്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് രാവണനാണ്.
അപ്പോൾ ഒരുപക്ഷെ രാവണൻ്റെ പുത്രിയാണ് സീത എന്നുള്ളൊരു ഇതിലേക്കും ഇതിനെ കൊണ്ടുപോകാം. യഥാർത്ഥത്തിൽ രാവണൻ്റെ ജീവിതം മുഴുവൻ ഒരുപാട് യുദ്ധം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഉള്ളതായിരുന്നു. എന്നാൽ നല്ല ആളുകൾ പറയുന്ന നല്ല ഉപദേശങ്ങളെ കേൾക്കുന്നതിൽ രാവണൻ തൽപരനായിരുന്നു എന്നുള്ളതും നമുക്ക് ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മല്യവാനോടായാലും പിന്നീട് മരീചനായോടായാലും ഒക്കെ തൻ്റെ കാര്യം നേടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറുള്ള ഒരു രാവണനെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെയാണ് അനരണ്യൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ശാപത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ചപ്പോൾ എൻ്റെ വംശത്തിൽ ജനിച്ച ഒരാളിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് നിനക്ക് മരണമുണ്ടാവട്ടെ എന്ന് അനരണ്യൻ ശപിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ നന്ദികേശ്വരൻ ആ ചന്ദ്രഹാസവും നേടിപ്പോരുമ്പോൾ അദ്ദേഹം കുരങ്ങൻ്റെ രൂപത്തിൽ വന്ന നന്ദികേശ്വരനെ ബഹുമാനിക്കാത്തതുകൊണ്ട് നന്ദികേശ്വരൻ നിനക്ക് കുരങ്ങന്മാരിൽ നിന്ന് ശല്യമുണ്ടാവട്ടെ, കുരങ്ങന്മാരും മനുഷ്യന്മാരും ചേർന്ന് നിന്നെ കൊല്ലട്ടെ എന്ന് ശപിച്ചു എന്ന് പറയുന്നുണ്ട്. കുംഭകർണനും വിഭീഷണനും ഒക്കെ രാവണനെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരോടെല്ലാവരോടും കുപിതരാവുന്നുണ്ട് രാവണൻ. ഹനുമാന് കുബേരനയച്ച ഒരു ദൂതനെ വധിച്ചു കളയുന്നുണ്ട് രാവണൻ. ഹനുമാനെയും വധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രാവണൻ. ഇങ്ങനെ പല രീതിയിൽ തൻ്റെ പ്രൗഢി കാണിച്ച രാമനേക്കാൾ ഒരു പരിധി വരെ ശ്രേഷ്ഠനാണ് എന്ന് കരുതപ്പെടാവുന്ന ഒരാളാണ് രാവണൻ എന്ന പ്രതിനായകൻ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിബരേ രാമരസം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ, സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ. മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹു കൃത്വാ ബഹുധനദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം. ലബ്ധ്വാ പുരന്ദരാർദ്ധാസനം ദുർലഭം, വൃത്രാരിമുഖ്യ ത്രിദശൗഖവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതീനെന്തു നീ. ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ, നിത്യൻ നിരുപമൻ അവ്യയനദ്വയൻ. സത്യസ്വരൂപൻ സകല ജഗന്മയൻ, മൃത്യുജന്മാദിഹീനൻ ജഗൽകാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം, മോഹൈക കാരണം മുക്തിവിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ, ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ, ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാ. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ, മാറത്തലച്ചു തുഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണീടോർ.
നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരവസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തോ സംഭ്രമം. കമ്പിത പത്രഗ്രരത്നാംബുബിന്ദുവൽ സമ്പദീച്ചിടുമായുസ്സതീ നശ്വരം. പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും, ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ. അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും. ത്യക്വാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല. സംസ്കാര കർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും. മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായയുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം. ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരാൽ. വേദപരായണന്മാരാം ദ്വിജാബലിക്കോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താംബൂലഭോഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാ സുഹൃജ്ജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സപ്തമന്മാരുമായി വന്നു സഭാന്തികേ. പിബരേ രാമരസം എല്ലാവർക്കും നമസ്കാരം. ത്രേതായുഗത്തിനെ കുറിച്ചാണ് രാമായണം മുഴുവൻ രചിച്ചിരിക്കുന്നത്. നമ്മുടെ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നുണ്ട്. ത്രേതായുഗത്തിലെ രാവണന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം നമുക്ക് രാവണന് കൂടിയുണ്ട്. എന്താണ് രാവണന് ഇത്ര പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്മ തിന്മകളെ വേർതിരിച്ച് കാണാനുള്ള ഒരു യുഗമായിരുന്നു ത്രേതായുഗം. അതാണ് രാമായണത്തിൽ നമ്മുടെ ജീവിതഭാഗമാക്കിയത്. രാമായണ കഥ ഉണ്ടാകണമെങ്കിൽ രാവണന് കൂടെ അതിൽ അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ രാവണൻ്റെ ജനനം,
അതും ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. രാവണൻ എങ്ങനെ ജനിച്ചു എന്നുള്ളൊരിതുണ്ടല്ലോ. രാവണൻ്റെ ജന്മത്തിലെ അത് വലിയൊരു ഐതിഹ്യമാണ്. ഒരിക്കലേ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ, മാനസപുത്രന്മാരായ ബ്രഹ്മാവിൻ്റെ സനത്കുമാരന്മാർ വിഷ്ണുവിനെ വന്ദിക്കാനായി വന്നു. അപ്പോൾ ദ്വാരപാലകന്മാരായി നിന്നത് ജയവിജയന്മാരായിരുന്നു. ജയവിജയന്മാർ അവരെ തടുത്തു. അത് ദ്വാരപാലകരുടെ ഡ്യൂട്ടിയാണ്. ആര് വന്നാലും പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരല്ലേ, അവർക്കങ്ങ് പെട്ടെന്ന് സഹിച്ചില്ല. അത് അവരങ്ങ് കോപായി പോയിട്ട് ആ ദ്വാരപാലകന്മാരെ ജയവിജയന്മാരെ ശപിക്കുകയാണ് ചെയ്തത്. എന്താണ് ശാപം എന്നുണ്ടെങ്കിൽ അടുത്ത 3 ജന്മം നിങ്ങൾ രാക്ഷസന്മാരായി ജനിക്കട്ടെ എന്നായിരുന്നു അവരുടെ ശാപമുണ്ടായിരുന്നു. അങ്ങനെ ആ ശാപത്തിൽ അവരുടെ 2ാം ജന്മത്തിലാണ്, ഈ ശാപത്തിൽ അവരുടെ 2ാം ജന്മത്തിലാണ് ജയവിജയന്മാരെ രാവണനായിട്ടും കുംഭകർണനായിട്ടും ജനിച്ചത്. ആരുടെ പുത്രന്മാരായിട്ട്? വിശ്രവസിൻ്റെയും ദൈത്യരാജകുമാരി കൈകസിയുടെയും പുത്രന്മാരായിട്ടാണ് അവർ ജനിച്ചത്. അപ്പോൾ ദൈത്യരാജാവ് സുമാലിക്കൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. കേകസിക്കുണ്ടായിരുന്ന കുട്ടികളെ രാജകുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്താൽ രാജകുടുംബം നിലനിൽക്കുമെന്നുള്ളത്. പക്ഷേ പിതാവിൻ്റെ ഹിതത്തിന് മറികടന്നിട്ടാണ് കേകസി ഒരു ബ്രാഹ്മണനെ വേട്ടത്, വിശ്രവസ്. അപ്പോൾ വിശ്രവസിലുണ്ടായ പുത്രന്മാരാണ് രാവണനും കുംഭകർണനും. അപ്പോൾ വിശ്രവസിന് തുടക്കം തന്നെ മനസ്സിലായി രാവണന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നും അവൻ്റെ ബുദ്ധി വളരെ അപാര ബുദ്ധിയാണെന്നും. അപ്പോൾ വിശ്രവസ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് സകല തന്ത്രമന്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ജനനം മുതലേ വളരെ ബുദ്ധിമാനായിരുന്നു, വിദ്യയിൽ പ്രാവീണ്യനായി. പിതാവിൻ്റെ ശിക്ഷണത്തിൽ എല്ലാ വേദങ്ങളും പഠിച്ചു, എല്ലാ പാരണങ്ങളും നടത്തി, കലകളും ക്ഷത്രിയ മാർഗങ്ങളും ശീലിച്ചു. ഈ രാവണൻ എന്ന് നമ്മൾ പറയുന്നത് അത് രാവണൻ്റെ തുടക്കത്തിലുള്ള പേരല്ലായിരുന്നു. രാവണന് തുടക്കത്തിൽ ദശാനനൻ ദശജീവൻ എന്നായിരുന്നു പേരായിരുന്നു, എന്ന നാമധേയത്തിലായിരുന്നു. ജനനസമയത്ത് അദ്ദേഹത്തിന് പേരിടുമ്പോൾ ദശാനനൻ എന്നാണ് പേരിട്ടത്. എല്ലാ വിദ്യകളും അഭ്യസിച്ചു ദശാനനൻ. അപ്പോൾ എല്ലാ വിദ്യകളും അഭ്യസിച്ച മനസ്സിൽ തോന്നുന്നില്ലേ ഒരിളക്കിയ മോഹം. ആ ഇളക്കിയ മോഹത്തിലുണ്ടായി ഈ കൈലാസം ഒന്ന് പിടിച്ചടയ്ക്കാലോ. അങ്ങനെ പോയി കൈലാസം പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം ഒന്ന് പോയതാണ്. കൈലാസത്തിൽ കയറി ഒന്ന് പൊക്കി പിടിക്കാൻ നോക്കിയപ്പോൾ ശിവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശിവൻ എന്തോ തോന്നി. അപ്പോൾ ശിവനെ കാലിൻ്റെ വിരലുകൊണ്ട് മെല്ലൊന്ന് അമർത്തി കൈലാസത്തിനൊന്ന് അമർത്തി പിടിച്ചപ്പോൾ എന്തുണ്ടായി? അത് ഇദ്ദേഹത്തിൻ്റെ ദശാനൻ്റെ കൈത്തണ്ടയിലാണ് മുട്ടിയത്. കൈത്തണ്ടയിൽ നിന്നും ചോരപ്രവാഹം. അങ്ങനെ ചോരപ്രവാഹം വന്നപ്പോൾ എന്തായി? വേദന കൊണ്ടങ്ങ് അലറി വിളിച്ച് ഇതായി കഴിയുമ്പോൾ നമ്മുടെ ശിവൻ അത് കേട്ടു. ശിവൻ അദ്ദേഹത്തിന് ഇതായിട്ട് അതിന് വേദന നിർത്തിച്ചു. അങ്ങനെ അലറിയ കാരനാണ് രാവണൻ എന്ന പേര് വന്ന്. രാവണൻ എന്ന പേരിന് അർത്ഥം അലറിയവൻ എന്നാണ്. അങ്ങനെയാണ് ദശാനനൻ രാവണനായി ആയത്. അങ്ങനെ രാവണൻ വലിയ ശിവഭക്തനായി മാറി. ശിവതാണ്ഡവ സ്തോത്രം ഉണ്ടാക്കി, എല്ലാ വേദങ്ങളും പഠിച്ചു. വേദങ്ങൾ പഠിക്കുമ്പോൾ ആയുർവേദം എല്ലാം പഠിച്ചു. നമ്മൾ കാണുന്ന ഈ ആയുർവേദങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ ആചാര്യനായിരുന്നു രാവണൻ. അർഘശാസ്ത്രം, അർഘപരീക്ഷ, കുമാരതന്ത്രയം എല്ലാം രാവണൻ്റെ രചനയാണ്. അതുപോലെ തന്നെ രാവണൻ വലിയ സംഗീതപ്രിയനായിരുന്നു, സംഗീതത്തിൻ്റെ മാസ്റ്ററായിരുന്നു. ആ സംഗീതപ്രിയനായ രാവണൻ വീണ വായനയിലൂടെ വളരെ അഭ്യസിച്ചു. അപ്പോൾ ഈ വീണ ഇവിടെ നിന്നുണ്ടാവും. ആ വീണയുടെ രൂപകൽപ്പന ചെയ്ത ആളാരാണ്? രാവണനായിരുന്നു. അപ്പോൾ രാവണൻ രചിച്ച പല കാര്യങ്ങളും നമുക്ക് വളരെയധികം പാണ്ഡിത്യമുള്ള കാര്യങ്ങളാണ് രാവണൻ ചെയ്തത് മുഴുവൻ. വിദ്യയെ പ്രതിപാദിക്കുന്ന രാവണ സംഹിത, അത് അറിവുകളുടെ കൂമ്പാരാണ്. ഇതാരുണ്ടാക്കിയതാണ്? രാവണൻ ഉണ്ടാക്കിയൊരിതാണിത്. അങ്ങനെ രാവണനെ കുറിച്ച് പറയുകയാണെങ്കിൽ
രാവണൻ്റെ 10 തലയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഇവിടുന്ന് അറിയണ്ടേ? 10 തലയുണ്ട് രാവണന്. രാവണൻ വലിയ വിവരമുള്ള ആളാണോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ 10 തലയെക്കുറിച്ച് അറിയണ്ടേ? രാവണൻ്റെ നല്ല ശിവഭക്തനായിരുന്നു, പ്രജകളെ സ്നേഹിക്കുന്നവനായിരുന്നു, അതേപോലെ കുടുംബത്തിനെ സ്നേഹിക്കുന്നവരായിരുന്നു. പക്ഷേ രാവണൻ ഒരു കേടുണ്ടായിരുന്നു, സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവനായിരുന്നു. ആരെ? രാവണൻ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ആരാണ്? രാവണൻ്റെ 10 തല 10 ഇന്ദ്രിയങ്ങളായിരുന്നു. എന്താണ് ഇന്ദ്രിയങ്ങൾ? അതാണ് ഈ 10 തലയുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ച് രാവണൻ പറയും, എന്തു ചെയ്യുള്ളൂ. തിന്മകളുടെ പ്രതീകമാണ് രാവണൻ്റെ 10 തലയായി വിശ്വസിക്കപ്പെടുന്നത്. എന്താണ് ഈ 10 തല? വ്യത്യസ്തമായ അർത്ഥമുണ്ട് ഓരോ തലയ്ക്കും. കാമം, ക്രോധം, അത്യാഗ്രഹം, ആസക്തി, ദ്രോഹം, വിദ്വേഷം, പക്ഷപാതം, അഹങ്കാരം, വഞ്ചന എന്നിങ്ങനെയുള്ള ഇന്ദ്രിയത്തിൽ സൂചിക്കുന്നവനാണ് രാവണനായിരുന്നത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ അയാളുടെ ഇന്ദ്രിയം പ്രവർത്തിക്കും ഒരു ചീത്ത കാര്യം ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ രാവണൻ സുഖത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന പിടിവാശിയുള്ള ഒരു വ്യക്തിയായിരുന്നു. കൂടുതൽ അബദ്ധങ്ങൾക്ക് ചാടും, ഇതൊക്കെ ചെയ്യും, സ്വയം പ്രശംസിച്ച് നടക്കും, ഞാൻ കേമനാണെന്ന് പറയും. അങ്ങനെ സ്ഥാനമാനങ്ങളിൽ മതിച്ച് കഴിയുന്നവരുമായ അസുരീസമ്പന്നന്മാരായ അഹംഭാവത്തോടെ സാമാന്യ മര്യാദകളെ എല്ലാം ലംഘിച്ചുകൊണ്ട് പ്രകടമായ രീതിയിൽ തെറ്റുകൾ ചെയ്യുന്നു. അതിൽ നമ്മൾ ഓരോരുത്തരും ആ തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മൾ ഓരോരുത്തരിലും ഈ രാവണവേഷമുണ്ട്. പല വേഷത്തിലായിരിക്കും നമ്മുടെ എന്തെങ്കിലും, പല വേഷത്തിൽ പ്രകടമാകുന്ന രാവണവേഷമുണ്ട്. ഈ 10 തലയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇത് സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും, നമ്മളും ഇതിൻ്റെ ഒരു പാത്രമാണ്, രാവണൻ്റെ ഒരു പാത്രമാണ്. രാമായണത്തിലെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്താം. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷന് വന്നിടുമാപത്തു നിർണയമോർത്തു കാണ്. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. നമസ്കാരം. പിബരേ രാമരസം. കമലാപ്തഗോല കലശാഭിചന്ദ്ര കമലാപ്തഗോല കലശാഭിചന്ദ്ര കമലാപ്തഗോല കലശാഭിചന്ദ്ര കമലാപ്തഗോല കലശാഭിചന്ദ്ര കാവവയ്യനന്നു കരുണ സമുദ്ര കമലാപ്ത ഗോല കലശാഭിചന്ദ്ര കാവവയ്യനന്നു കരുണ സമുദ്ര കമലാപ്ത ഗോല കലശാഭിചന്ദ്ര കാവവയ്യനന്നു കരുണ സമുദ്ര കമലാപ്ത ഗോല കലശാഭിചന്ദ്ര. കമലകളത്ര കൗസല്യാസുപുത്ര കമലകളത്ര കൗസല്യാസുപുത്ര കമലകളത്ര കൗസല്യാസുപുത്ര കമലകളത്ര കൗസല്യാസുപുത്ര കമനീയ ഗാത്ര കാമരിമിത്ര കമനീയ ഗാത്ര കാമരിമിത്ര കമലാപ്ത ഗോല കലശാഭിചന്ദ്ര
ಕಾವ ವಯ್ಯನನ್ನು ಕರುಣಾ ಸಮುದ್ರ ಕಮಲಾಪ್ತ ಗೋಲ ಕಲಶಾಬ್ಧಿ ಚಂದ್ರ ಮುನ್ನೋದಾಸುಲ ಬ್ರೋಚಿನ ದಲ್ಲ ಜಾಲವಿನಿ ಚರಣ ಶ್ರುತುಡೈದಿನಯ್ಯ ಮುನ್ನೋದಾಸುಲ ಬ್ರೋಚಿನ ದಲ್ಲ ಜಾಲವಿನಿ ಚರಣ ಶ್ರುತುಡೈದಿನಯ್ಯ ಕನಿಕರಂಬುಲ ಕಭಯಮೀಯವಯ್ಯ ಕನಿಕರಂಬುಲ ಕಭಯಮೀಯವಯ್ಯ ವನಜಲೋಚನ ಶ್ರೀ ತ್ಯಾಗರಾಜನೋದ ವನಜಲೋಚನ ಶ್ರೀ ತ್ಯಾಗರಾಜನೋದ ಕಮಲಾಪ್ತ ಗೋಲ ಕಲಶಾಬ್ಧಿ ಚಂದ್ರ ಕಾವವಯ್ಯನನ್ನು ಕರುಣಾ ಸಮುದ್ರ ಕಮಲಾಪ್ತ ಗೋಲ ಕಲಶಾಬ್ಧಿ ಚಂದ್ರ पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसम् रसने पिबरे रामरसम्